ജലേതര വരുമാനത്തിനും കൂടി മുൻഗണന നൽകിയാണ് ജലവിഭവ വകുപ്പിന്റെ പ്രവർത്തനമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് GRK Spices ഓപ്പോസിറ്റ് KCB കട്ടപ്പന. കുടിവെള്ളം മാത്രമല്ല, ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചാണ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതികളുടെ ലക്ഷ്യം ജലക്കരം കൂടാതെ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2021 വരെ 23% ഗ്രാമീണ ഭവനങ്ങളിലായിരുന്നു കുടിവെള്ളം എത്തിയിരുന്നത്. ഈ 5 വർഷം കൊണ്ട് അത് 54%-ത്തിലെത്തിക്കാൻ സാധിച്ചു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വീടുകളിൽ ജലം എത്തിച്ചു നൽകുന്നത് ചെറുകിട ജലസേചന പദ്ധതികൾ വഴിയാണ്. എന്നാൽ കേരളത്തിൽ നദികൾ, പുഴകൾ, തടാകങ്ങൾ തുടങ്ങിയ ചെറുതും വലുതുമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വൻ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുക. വാട്ടർ അതോറിറ്റി ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നോൺ വാട്ടർ റവന്യൂ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ജല ഇതര വരുമാനം വർദ്ധിപ്പിക്കുക, അത് ഡിപ്പാർട്ട്മെന്റിനെ ശക്തീകരിക്കാനും അതോടൊപ്പം വ്യക്തിതര കാര്യങ്ങൾ നല്ല നിലയിൽ തുടരുന്നതിനും ജനോപകാരപ്രദമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് സഹായകമാകുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റാണ് ഇന്നിവിടെ ആദ്യമായി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുക. ചെറുതോണിയിലെ ഈ മന്ദിരം ഇവിടെ ഇന്ന് പൂർത്തിയായിട്ടുള്ളത് സൂപ്രണ്ടന്റ് എഞ്ചിനീയർ ഓഫീസും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസും കൂടാതെ നിലവിൽ ഇതിനോടനുബന്ധമായി ഈ പ്ലാന്റിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഗസ്റ്റ് ഹൗസുകളാണ്. ചെറുതോണിയിൽ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട 2 സ്യൂട്ട് റൂമുകളും 4 ഡീലക്സ് റൂമുകളും ഇന്നിവിടെ നന്നായി നിർമ്മാണം പൂർത്തിയായി മനോഹരമായി ഇടുക്കി ഡാം നേരിട്ട് കാണാൻ കഴിയത്തക്ക വിധത്തിൽ മനോഹരമായിട്ടുള്ള പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പൈനാവിലെ 3 സ്യൂട്ട് റൂമുകളും 2 ഡീലക്സ് റൂമും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുക. മുട്ടത്ത് പ്ലാന്റിനോടനുബന്ധിച്ച് 4 സ്യൂട്ട് റൂമും 4 ഡീലക്സ് റൂമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൈനാവ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസ് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. കേരള വാട്ടർ അതോറിറ്റി മധ്യമേഖല ചീഫ് എഞ്ചിനീയർ പ്രദീപ് VK പരിപാടികൾക്ക് നേതൃത്വം നൽകി. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഹരി NR റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA ഫണ്ട് വിനിയോഗിച്ച് പൂർത്തീകരിച്ച കേരള വാട്ടർ അതോറിറ്റി പൈനാവ് സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസ് കെട്ടിടം, നോൺ വാട്ടർ റവന്യൂ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചെറുതോണി പൈനാവ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവുകൾ, സർക്കിൾ ഡിവിഷൻ ഓഫീസുകൾ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ വിജി കണ്ണൻ, അമ്മിണി ജോസ്, നൌഷാദ് TE, രാജു ജോസഫ്, റെജി കുന്നംകോട്ട്, കേരള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഷാജി പാമ്പൂരി, സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളായ KG സത്യൻ, ഷിജോ തടത്തിൽ, സണ്ണി ഇലിക്കൽ, ജോസ് കുഴിക്കണ്ടം, സാജൻ കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, ചെറുതോണി. All spices, dry fruits, dry nuts, imported chocolates, imported biscuits, tea and coffee powder, squash and wine, dates. Auspicious flavor for all. GRK Spices opposite KCB Kattapana.